ഹായ് കൂട്ടുകാരെ, എല്ലാവരും സുഖമായിരിക്കുന്നു. നമുക്കിന്ന് അടിപൊളി എഗ് റോസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കിയാലോ. നമ്മുടെ മുട്ടയൊക്കെ ആദ്യം നമുക്ക് കഴുകാനായിട്ട് വെക്കാം. മുട്ടയിലുള്ള ചെളി അഴുക്കൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. കഴുകിയതിന് ശേഷം നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമുക്കിനി എഗ് റോസ്റ്റ് എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. ആദ്യം നമുക്കൊരു പാത്രത്തിലേക്ക് വെള്ളം വെച്ച് കൊടുക്കാം. നമ്മുടെ മുട്ട വേകാൻ ആവശ്യമായ കഴുകി വെച്ചിരിക്കുന്ന മുട്ട അതിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അല്ലേ, മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്ക് തോലൊക്കെ ഒന്ന് പൊട്ടിച്ച് മാറ്റി കൊടുക്കാം. നല്ല ഈസിയായിട്ട് തോടൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് കേട്ടോ. രാവിലെ തന്നെ നല്ല മഴയാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല മഴയും കാറ്റൊക്കെ. ഇപ്പോൾ കുറച്ച് മഴയൊക്കെ ഒന്ന് തോന്നിട്ടുണ്ട്. ചൂടൊക്കെ മാറിയിട്ട് നല്ല തണുത്ത കാലാവസ്ഥയാണ് ഇപ്പോൾ. നമുക്ക് ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടിയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. മുട്ടയൊക്കെ ഉടച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചീനച്ചട്ടിയിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിനി എഗ്ഗ് മസാലയ്ക്ക് ആവശ്യമായ മസാല സെറ്റ് ചെയ്ത് കൊടുക്കാം. നമുക്കതിലേക്ക് ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മുളക് പൊടി കൂടെ ചേർക്കാം. പാകത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ എണ്ണയിലേക്ക് ആ മസാലയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞതായിട്ട് വരണേ. നമുക്ക് ഉടച്ച് വെച്ചിരിക്കുന്ന മുട്ട നമ്മുടെ മസാലയ്ക്ക് വെച്ച് കൊടുക്കാം. നല്ല മണമായിരുന്നു കേട്ടോ. മുട്ടയും എഗ് റോസ്റ്റിൻ്റെ മണമൊക്കെ ആയിട്ട് നല്ല എഗ് മസാല നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. പ്ലേറ്റിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തണുപ്പ് സമയത്ത് ചൂട് എഗ് മസാല കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. മഴയും നല്ല ചൂടുള്ള എഗ് റോസ്റ്റ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.